അതിൻ്റെ തുടക്കം നമ്മൾ കണ്ടതായിരുന്നു. കോസ്റ്റ് ഷീറ്റിൻ്റെ തുടക്കം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു എന്താണ് ഫോർമാറ്റ് ഇങ്ങനെയാണ്. പ്രൈം കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ എന്താണ് പ്രൈം കോസ്റ്റ് എന്ന് നിങ്ങളോട് ചിലപ്പോഴേ അങ്ങനത്തെയൊക്കെ നിങ്ങളിപ്പോൾ തിയറിയിൽ കാണാതെ തന്നെ എന്താണ് പ്രൈം കോസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ് എന്നുള്ളതും അതിൻ്റെ ഒരു ഇക്വേഷനും എഴുതി വെക്കുക. അഥവാ നമ്മളടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ അതിൻ്റെ ഒരു ഫസ്റ്റ് കണക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. പിന്നെന്താണ്, അത് കഴിഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ അവരുടെ കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ പറയുന്ന പോലെ റോ മെറ്റീരിയലിന് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വർക്ക് ഇൻ പ്രോഗ്രസ് അതിനൊരു ഓപ്പണിംഗ് ക്ലോസിംഗ് ഉണ്ടാവും, അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ്, അത് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് ശേഷം അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യും, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യും, ലെസ് ചെയ്യും. ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ ലെസ് ചെയ്യാൻ കാര്യം വെച്ചാൽ നമ്മൾ കോസ്റ്റ് എടുക്കുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എപ്പോഴും അറിയാം സെയിൽസിൻ്റെ ട്രേഡിങ്ങിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ക്ലോസിംഗ് സ്റ്റോക്കിന് വരുമാനമായിട്ടാണ് കണക്കാക്കുക, ഓപ്പണിംഗ് സ്റ്റോക്കിനെ ചിലവായിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ടാണ് ക്ലോസിംഗ് സ്റ്റോക്കിന് ഇവിടെ നമ്മളെപ്പോഴും മൈനസ് ചെയ്യുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്കിന് എപ്പോഴും ഈ കോസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് നിങ്ങൾക്കറിയാമല്ലോ ട്രേഡിങ്ങിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് എഴുതുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ ഈ കണക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതായിരുന്നു, അതൊരു ബേസിക് കണക്കായിരുന്നതിന്. ഇത് ഞാൻ പേജ് നമ്മൾ നോക്കേണ്ടി വരും. യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിൽ കാര്യം കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ നമുക്ക് ബികോമിൽ? BBAക്ക് എനിക്ക് തോന്നുന്നത് 5ാമത്തെ ചാപ്റ്ററാണ്. ഇതൊക്കെ കോമൺ ചാപ്റ്റേഴ്സാണ് രണ്ടിനും കൂടി വരുന്നത്. കണ്ടന്റിൽ കോസ്റ്റ് ഷീറ്റ് കാണുന്നുണ്ടോ? കണ്ടന്റിൽ കോസ്റ്റ് ഷീറ്റ് കാണുന്നുണ്ടോ? ടെക്സ്റ്റിൽ കേൾക്കുന്നുണ്ടോ? ഹലോ ജോബ് കോസ്റ്റിംഗ് അതിന് തൊട്ട് മുൻപ്, ജോബ് കോസ്റ്റിങ്ങിന് തൊട്ട് മുൻപുള്ള ചാപ്റ്റർ അത്. കോൺട്രാക്ട് കോസ്റ്റിംഗ് അല്ല, കോൺട്രാക്ട് കോസ്റ്റിംഗ് BBAക്ക് ഇല്ല. അതെ, ബികോമിനും BBAക്കും കൂടി കോമൺ ആയിട്ട് വരുന്ന കോസ്റ്റ് ഷീറ്റ്. പ്രോസസ് അല്ല, പ്രോസസ് കോൺട്രാക്ട് കോസ്റ്റിംഗ്, ജോബ്, പിന്നെ ജോബ് കോസ്റ്റിംഗ്, യൂണിറ്റ് കോസ്റ്റിംഗ്, ഓവർഹെഡ്സ് കഴിഞ്ഞല്ലോ. യൂണിറ്റ് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, പിന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ആ യൂണിറ്റ് കോസ്റ്റിന്റെ ചാപ്റ്റർ ഒന്ന് എടുക്കോ? ഓക്കെ. അതിലുണ്ടോ കോസ്റ്റ് ഷീറ്റ്? ഒരു മിനിറ്റ് സാർ. കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കാണുന്നുണ്ട്. BBA ടെക്സ്റ്റിലുണ്ട്. BBA ടെക്സ്റ്റിലുണ്ട് 113. അതെ. BBAക്കും ഉണ്ട്, ബികോമിനും കോസ്റ്റ് ഷീറ്റ് ഉണ്ട്. ആ യൂണിറ്റ് കോസ്റ്റിംഗിലാണ് അത് വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. യൂണിറ്റ് കോസ്റ്റ് എന്നൊന്ന് നോക്കിക്കൊടുത്തു. 182 യൂണിറ്റ് കോസ്റ്റിംഗ്. അതിൽ കോസ്റ്റ് യൂണിറ്റ് കോസ്റ്റ് അതെ, അതിലെ കോസ്റ്റ് ഷീറ്റ് വരുന്നുണ്ട്. ഇത് 6th ചാപ്റ്റർ. 6th ചാപ്റ്റർ അല്ലേ? അതെ. അതായത് അതെ. അപ്പോൾ ഇത് 183 പേജ് അല്ലേ? പച്ച ബുക്കല്ലേ അത്? പച്ച നിറത്തിലുള്ള ബുക്കല്ലേ? വിനോദിന്റെ. അതെ, ആയിക്കോട്ടെ. അപ്പോൾ അപ്പോൾ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിപ്പോൾ കണ്ടത് ഇതല്ലായിരുന്നു ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. കാര്യം നമ്മൾ സെയിൽസ് കിട്ടിയിട്ട് അതിനൊരു പ്രോഫിറ്റ് കാണുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്തതാണ് ഇനിയിപ്പോൾ നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ തയ്യാറാക്കുമ്പോൾ സ്ക്രാപ്പ് വരികയാണെങ്കിൽ. അപ്പോൾ സ്ക്രാപ്പ് എന്ന് വെച്ചാൽ നമുക്ക് അതിനൊരു റെസിഡ്യുവൽ വാല്യൂ ഉണ്ടാവും, ഒരു റിയലൈസബിൾ വാല്യൂ ഉണ്ടാവും.
അല്ലേ? അപ്പോൾ നമ്മൾ വീട്ടിൽ വരുന്ന ഇപ്പോൾ പത്രത്തിന് ചിലവ് എന്ന് പറയുകയാണെങ്കിൽ പത്രം നമ്മളൊരു വർഷം ഇടുകയാണെങ്കിൽ ഒരു വരുന്ന ചിലവ്, അത് കഴിഞ്ഞാൽ ഈ പത്രം നമുക്ക് തൂക്കി വിൽക്കാൻ പറ്റുന്ന സാധനമാണ്. ചിലർ തൂക്കി വിൽക്കും, ചിലർ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കും, ചിലർ വെറുതെ കൊടുക്കും. അപ്പോൾ തൂക്കി വിൽക്കുന്ന ആളാണെങ്കിൽ അത് സ്ക്രാപ്പാണ്. സ്ക്രാപ്പ് എന്തുണ്ട്, ഒരു വാല്യൂ കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ഉപയോഗശൂന്യമായ സാധനമാണെങ്കിലും മറ്റൊരാൾക്ക് എന്താണ്, ഇപ്പോൾ പത്രം ഈ എന്താണ് കമ്പനികളൊക്കെ കൊണ്ടുപോകുന്നൊരു സാധനമാണ് പഴയ പത്രം. അപ്പോൾ അതിനാണ് അതിന് വില കിട്ടുന്നത്. അപ്പോൾ അത്തരം നമുക്ക് ഉപയോഗശൂന്യമായൊരു സാധനം, ഇപ്പോൾ ഇരുമ്പോ അങ്ങനെ ലോഹങ്ങളൊക്കെ തന്നെ, പാത്രങ്ങളൊക്കെ നമുക്ക് ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് തൂക്കി വെക്കുമ്പോൾ വാങ്ങിയ വിലയൊന്നും കിട്ടൂല, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങണ വിലയും കൂടി കിട്ടൂല, വളരെ തുച്ഛമായിട്ടൊരു വിലയാണ് ഇതിന് പറയാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു പൈസ കൊണ്ട് കിട്ടുന്നതായതുകൊണ്ട് ഈ സ്ക്രാപ്പ് എന്താണ് ഒരു വരുമാനമാണ്. ഓക്കെ, സോ സ്ക്രാപ്പ് ഇസ് ദ ഇൻസിഡൻ്റൽ മെറ്റീരിയൽ റെസിഡ്യൂ ഫ്രം സർട്ടൻ ടൈപ്പ് ഓഫ് മാനുഫാക്ചർ. അതായത് ചില മാനുഫാക്ചറിങ് കൺസേൺ, നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ്റെ കേസാണല്ലോ പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ്റെ കേസ് പറയുമ്പോൾ മാനുഫാക്ചറിങ്ങിൽ ചെയ്യുന്ന നേരത്തെ സ്ക്രാപ്പ് വരും. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റീലോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് പറയുക, ഇപ്പോൾ മരം ഈർന്ന് കൊടുക്കുന്ന സ്ഥാപനങ്ങളാവണ നേരത്ത് അങ്ങനത്തെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ഉണ്ടാകുമ്പോൾ ഈർച്ചപ്പൊടി വരുമല്ലോ. അപ്പോൾ അതൊരു സ്ക്രാപ്പ് വാല്യൂന് കിട്ടും. ആ ഈർച്ചപ്പൊടി എന്താണ്, ആ മരത്തിൽ നിന്ന് പോണതാണ്, അതിൻ്റെ വാല്യൂ നിന്ന് പോകുന്നതാണ്, പക്ഷേ അതിൻ്റെ ഒരു സ്ക്രാപ്പ് വാല്യൂ കിട്ടും. ഇറ്റ് ഈസ് ജനറലി എ സ്മോൾ ക്വാണ്ടിറ്റി ആൻഡ് ലോ വാല്യൂ. സച്ച് റിയലൈസബിൾ വാല്യൂ ഓഫ് സ്ക്രാപ്പ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ ഫാക്ടറി ഓവർഹെഡ് ഓർ ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ സ്ക്രാപ്പ് എന്ന് വെച്ചാൽ വരുമാനമാണ്. ഇപ്പോൾ കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇൻകംസ് ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടു ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്താണ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ക്രാപ്പിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പറയുന്നത് ഫാക്ടറി ഓവർഹെഡിൽ നിന്ന് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിൽ നിന്ന് കുറയ്ക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, പറഞ്ഞത് ക്ലിയർ അല്ലേ? അപ്പോൾ അത് എക്സാമ്പിൾ 3 പറയുന്നത്, ദ ഡയറക്ടർ ഓഫ് എ മാനുഫാക്ചറിങ് ബിസിനസ് റിക്വയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ പ്രൊഡക്ഷൻ റിസൾട്ട് ഓഫ് ദ ബിസിനസ് ഫോർ ദ മന്ത് ഓഫ് മാർച്ച് 2021. ദ കോസ്റ്റ് അക്കൗണ്ട് റിവീൽ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. കോസ്റ്റ് അക്കൗണ്ട് താഴെ പറയുന്ന ഇൻഫർമേഷൻ റിവീൽ ചെയ്യുന്നു. അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കാണിത്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കാണിത്. ഇത് എന്താണ്, ഇത് റോ മെറ്റീരിയലിൻ്റെതാണ്, ഇത് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഇനി റോ മെറ്റീരിയലിൻ്റെ പർച്ചേസാണ്, അത് ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ നമ്മൾ കൂട്ടേണ്ടി വരും. പിന്നെ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഇത് ഓപ്പണിങ്ങും ഇത് ക്ലോസിങ്ങും ആണ്. ഫസ്റ്റ് മാർച്ച്, അതായത് ഒരു മാസത്തെ കണക്കാണ് ഓപ്പണിങ്. ഇത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്, ഇത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. സെയിൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഈ സെയിൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കോസ്റ്റ് ഷീറ്റിൻ്റെ ഏറ്റവും അവസാനം എഴുതേണ്ടതാണ്, അവസാനം നമുക്ക് ആ പ്രോഫിറ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ഡയറക്റ്റ് വേജ് കൊടുത്തിട്ടുണ്ട്, പിന്നെ വർക്ക് എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ട്, അതായത് ഫാക്ടറി എക്സ്പെൻസസ് ആണ്, ഫാക്ടറി ഓവർഹെഡ് ആണ്. പിന്നെ വരുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ട്. സെയിൽ ഓഫ് സ്ക്രാപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിൽ ഓഫ് സ്ക്രാപ്പ് എവിടെ നിന്ന് കുറയ്ക്കാനാണ് പറഞ്ഞത്, ഈ വർക്ക് എക്സ്പെൻസ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡിന്ന് കണ്ടോ കുറയ്ക്കാനാണ് പറയുന്നത്. ഈ വർക്ക് എക്സ്പെൻസ് വെച്ചാൽ അത് ഫാക്ടറിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം റോ മെറ്റീരിയലിൻ്റെ എന്ത് ചെയ്തുക, അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക. അല്ലെ, ഇതൊരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുന്ന അല്ലെങ്കിൽ മാനുഫാക്ചറിങ് നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കോസ്റ്റ് ഷീറ്റാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് റോ മെറ്റീരിയലിൻ്റെ എഴുതുക. അതിൻ്റെ കൂടെ എന്താണ് റോ മെറ്റീരിയലിൻ്റെ പർച്ചേസ് ആഡ് ചെയ്യുക. ഇനി എന്താണ് പർച്ചേസ് ചെയ്യാൻ വന്ന ഡയറക്റ്റ് എക്സ്പെൻസസ് വൈൽ പർച്ചേസിങ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഡയറക്റ്റ് വേജോ ഫ്രൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അപ്പോഴേ നമുക്ക് എന്താണ് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ വാല്യൂ കിട്ടുള്ളൂ. ഓക്കെ, ഈ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജും ഡയറക്റ്റ് എക്സ്പെൻസും ചേർന്നിട്ടാണ് എന്ത് കിട്ടുന്നത്, പ്രൈം കോസ്റ്റ് കിട്ടുന്നത്. ഇവിടെ മെറ്റീരിയൽ മാത്രം നമുക്ക് ഇങ്ങനെ കിട്ടി. ഈ ഡാറ്റ വെച്ചിട്ടാണ് കാര്യം, അതൊരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് മെറ്റീരിയലിൻ്റെ വാല്യൂ കിട്ടി. ഡയറക്റ്റ് മെറ്റീരിയൽ ഇവിടെ എഴുതിയാലും കുഴപ്പമില്ല. അതിന് താഴെ ഡയറക്റ്റ് വേജ്, ക്വസ്റ്റ്യനിൽ എവിടെയും ഡയറക്റ്റ് എക്സ്പെൻസിനെ കുറിച്ചിട്ട് പറയാത്തത് കൊണ്ട് അത് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് രണ്ടും മാത്രമേ ഇവിടെ ഉള്ളൂ, ഈ മെറ്റീരിയലും ഈ വേജും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ് പ്രൈം കോസ്റ്റ് ഇവിടെ എഴുതി. ഓക്കെ, പ്രൈം കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എന്താ ചെയ്യുന്നത്, 26,250? അത് ക്വസ്റ്റ്യനിൽ അവിടെ നോക്കി, അത് ലെസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ക്ലോസിംഗ് സ്റ്റോക്കിനെ
നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്ന ഓർമ്മയില്ലേ? സ്വതവേ ബേസിക് ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് അല്ല, ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കണ നേരത്തെ നമ്മൾ എന്താണ് അതിൻ്റെ ക്രെഡിറ്റ് വരുമാനമാണ്, ഡെബിറ്റ് എന്താണ് ഇൻകം ആണ്. ഈ ഡെബിറ്റിലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, നമ്മൾ മറ്റ് എക്സ്പെൻസുകൾ, പർച്ചേസ്, വേജസ്, ഫ്രൈറ്റ് ഒക്കെ എഴുതുക. എല്ലാ ചിലവുകളും ഡെബിറ്റിൽ എഴുതും. ക്രെഡിറ്റിൽ നമ്മൾ ചെയ്യുന്ന സാധനമാണ് ഒന്ന് സെയിൽസ് ചെയ്തു, ഒന്നെന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്തു. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണെന്ന് വെച്ചാൽ വരുമാനമായിട്ടാണ് കണക്കാക്കുക. കാരണം അടുത്ത കൊല്ലം നമുക്ക് വിൽക്കാനുള്ള സാധനമാണ്, നമുക്ക് മിച്ചം വന്ന സാധനം ആയതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്കിന് അക്കൗണ്ടിങ്ങിന് വരുമാനമായിട്ടാണ് കണക്കാക്കുക. നമ്മൾ തയ്യാറാക്കുന്ന ഷീറ്റിന്റെ പേര് എന്താ? നമ്മൾ തയ്യാറാക്കുന്ന ഷീറ്റിന്റെ പേര് കോസ്റ്റ് ഷീറ്റാണ്. മൊത്തം വന്ന കോസ്റ്റ് ഇങ്ങനെ കണക്ക് കൂട്ടുകയാണ്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് കണക്ക് കൂട്ടുമ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണ് ഒരു വരുമാനമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ വരുമാനത്തിന് എന്ത് ചെയ്യണം? അതിനെ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, അതുകൊണ്ടാണ് നമ്മൾ കുറയ്ക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് സാർ ഡൗട്ട്, സാധാരണ വരുമാനമാകുമ്പോൾ നമ്മൾ പിന്നെ അത് ആഡ് ചെയ്തിട്ട് ഒക്കെ വെക്കണ്ടേ? വേണ്ടെന്ന് എത്ര അസറ്റ് കൂട്ടിയിട്ടല്ലേ കാണിക്കണം സാർ? അത് വരുമാനമല്ല, നമുക്ക് ഇവിടെ അറിയേണ്ടത് നമ്മൾ എത്ര മെറ്റീരിയൽ ചെലവാക്കി എന്നുള്ളതാണ്. എത്ര മെറ്റീരിയൽ ചെലവാക്കി, റോ മെറ്റീരിയൽ എത്ര ചെലവാക്കി, അപ്പോൾ അതിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് കൂട്ടുക, അതിലെ കൂടെ അത് വാങ്ങിയതിന്റെ അളവും കൂട്ടുക. അപ്പോൾ അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച് എത്ര മെറ്റീരിയൽ ചെലവാക്കി എന്ന് കിട്ടൂലേ? നമ്മളിപ്പോ ഈ ഒരു സാധനം ക്ലോസിംഗ് സ്റ്റോക്ക് അതിനാണ്. കാരണം കോസ്റ്റ് ഷീറ്റാ തയ്യാറാക്കുന്നത്. നമ്മള് മെറ്റീരിയലിന് വേണ്ടി എത്ര പൈസ ചെലവാക്കി, പിന്നെ വേജസ് എത്ര കൊടുത്തു, അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് പ്രൈം കോസ്റ്റ് കിട്ടും. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ വെച്ചാൽ നമ്മുടെ റോ മെറ്റീരിയൽ ആണ് അല്ലെ? ഡയറക്റ്റ് മെറ്റീരിയൽ റോ മെറ്റീരിയൽ ആണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഫാക്ടറി ചെലവുകളിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഫാക്ടറി എക്സ്പെൻസ് അല്ലെങ്കിൽ വർക്ക് എക്സ്പെൻസ് വെച്ചാലും ഫാക്ടറി എക്സ്പെൻസ് വെച്ചാലും ഒരേ സാധനം കേട്ടോ. അതായത് എന്താണ് ഇത്, ഇപ്പോൾ ഫാക്ടറിന്നോ അല്ലെങ്കിൽ വർക്കെന്നോ പറഞ്ഞു കൊടുക്കും, അത് ആഡ് ചെയ്യുക. അപ്പൊ സ്റ്റേറ്റ്മെന്റ് അല്ല, സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഈ മറ്റേ സാധനമേ വരില്ല, അതായത് ജേണൽ എൻട്രിയോ ലെഡ്ജറോ വരില്ല. ലെഡ്ജർ നമുക്ക് ഏതോ ഒന്ന് രണ്ടെണ്ണത്തിൽ വരും. ചെറിയ എന്തൊക്കെയാണ് നമ്മൾ അതിന് ഓവർ ഹെഡിലാണ് നമ്മൾ കണ്ട ഏതോ ഒന്നില് ഏതോ ഒരു ചാപ്റ്ററിൽ ചെറുതായിട്ട് വരും ലെഡ്ജർ. നമ്മൾ പക്ഷേ ഈ ഫോർമാറ്റ് ഫോളോ ചെയ്യണം. മനസ്സിലായില്ല? ആ ഫോർമാറ്റ് ബൈഹാർട്ട് പഠിച്ചിട്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് ആദ്യം എന്താണ് റോ മെറ്റീരിയലിന്റെ കണക്കുകൾ ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, ഡയറക്റ്റ് വേജും പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസും കഴിഞ്ഞിട്ട് പിന്നെ ഫാക്ടറി എക്സ്പെൻസുകളിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ. അല്ലാണ്ട് നമ്മളത് തെറ്റ് ചെയ്ത് പോകുമ്പോഴാണ് കണക്ക് തെറ്റി പോവുക. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് നമ്മൾ ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്താണ് പെട്ടെന്നത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ നമ്മൾ പ്രൈം കോസ്റ്റ് നമുക്കിവിടെ കിട്ടുകയാണ്. പ്രൈം കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഫാക്ടറി വർക്ക് എക്സ്പെൻസ് ചെയ്ത്. അപ്പോൾ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് അല്ലെങ്കിൽ കഴിഞ്ഞ കണക്കെന്നുള്ളത് എന്താണ് ഇവിടെ ഒരു സ്ക്രാപ്പ് വന്നു എന്നുള്ളതാണ്. സ്ക്രാപ്പ് എന്ത് ചെയ്യണം? ഈ വർക്ക് എക്സ്പെൻസ് അല്ലെങ്കിൽ ഫാക്ടറി എക്സ്പെൻസ് എന്ത് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് ക്വസ്റ്റ്യനിൽ എത്രയാണ് കൊടുത്തത്? 1.8 അവിടെ അത് തന്നെയല്ലേ കൊടുത്തത്? 8,340, അതായത് 8,340. അതിന് 330 കുറച്ചിട്ട് ഇവിടെ എഴുതുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ പറയുന്ന ഫാക്ടറി എക്സ്പെൻസസിൻ്റെ കൂടെയാണ് അതിൻ്റെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുക. വർക്ക് ഇൻ പ്രോഗ്രസ് ഓപ്പണിംഗ് ആഡ് ചെയ്യുക, അതിൻ്റെ ക്ലോസിംഗ് അതൊന്നും ലെസ് ചെയ്യാം. അപ്പോൾ ഫാക്ടറിയിൽ വന്ന ചിലവുകൾ എത്രയാണെന്നുള്ളത് കിട്ടി. അതാണ് വർക്ക് കോസ്റ്റ്, അല്ലെങ്കിൽ അതിന് ഫാക്ടറി കോസ്റ്റ് എന്നും പറയും. വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്. ഇനി ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഓഫീസ് എക്സ്പെൻസ് കൂട്ടിയാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കാര്യം എടുക്കേണ്ടത്. ഫിനിഷ്ഡ് ഗുഡ്സ് അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഇവിടെ കിട്ടുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മളെന്താണ് ഈ സംഗതികൾ ഇല്ലെങ്കിൽ എന്താണ് ഡയറക്റ്റായിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഈ പറയുന്ന ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് എന്താണ് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അപ്പോൾ ഇത് ആദ്യം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ എന്താണ് അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് ഓഫ് എന്താണ് ഗുഡ്സ് സോൾഡ് കിട്ടി. ഇനി അത് കഴിയുമ്പോൾ എന്താണ് പിന്നെ അതിലേക്ക് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആഡ് ചെയ്യുക. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? മൊത്തം കോസ്റ്റ് ഓഫ് സെയിൽസ്. ആ സാധനം ഉണ്ടാക്കി അത് വിറ്റ് കഴിയുമ്പോൾ വന്ന മൊത്തം ചിലവ് ഇത്ര വരും. ഇപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഒക്കെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വരിക ചെയ്യുക. ഓക്കെ, അപ്പോൾ 57,620 അപ്പോൾ ഇവിടെ ഇതിൽ എത്ര നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയുന്നുണ്ട് ഈ ഫിനിഷ്ഡ് ഗുഡ്സ് വിറ്റ് കഴിയുമ്പോൾ നമുക്ക് 72,310 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വന്ന സ്ഥിതിക്ക് നമുക്ക് വന്ന ലാഭം എത്രയാണ്? ഇത്രയാണ് നമുക്ക് വന്ന ലാഭമായിട്ട് കണക്കാക്കുന്നത്. പിന്നെ താഴെ എന്തോ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, അതത്ര റെലവൻ്റ് അല്ല. അപ്പോൾ ഇത് ആണ് എന്ത്
ഇപ്പോൾ ഇവിടെ ആകെ ഒരു പ്രത്യേകത ഉള്ളത്, ഈ കണക്കിൻ്റെ ഇതേ മാതൃക നമ്മൾ ഇന്നലെ അല്ല അതിനെ മിനിയാന്ന് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. കാര്യം ഈ പറയുന്നത് പ്രൊഡക്ഷൻ്റെ വർക്ക് കോസ്റ്റ് ഷീറ്റാണ്. പ്രൊഡക്ഷൻ ഷീറ്റ് നമ്മൾ ഇതിന് മുൻപ് കണ്ടത്. അപ്പോൾ അതിൽ ഈ റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും റോ മെറ്റീരിയലിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കും ഈ പറയുന്ന വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഈ പറയുന്ന നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എവിടേക്കാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളതും ഏതാ ആഡ് ചെയ്യേണ്ടത് ഏതാ ലെസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ആകെ വന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ഈ പറയുന്ന സ്ക്രാപ്പ് അത് വന്നാൽ എന്താ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഒന്നും കൂടി എന്താണ് ഈ ഒരു കണക്ക് ഇതിൽ തന്നത്. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന നേരത്ത് ഇത് വെച്ച് പഠിക്കുക, ഇത് എഴുതി പഠിക്കുക നിങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് മറ്റേതും ക്ലിയർ ആവുന്നതാണ് ഈ സ്ക്രാപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യം എഴുതി പഠിക്കുമ്പോഴേ ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം കൂടി വരുന്നത് നോക്കിയിട്ട് എന്താണ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ക്ലിയർ അല്ലേ? ഒന്നും കൂടി ഒന്ന് പറയൂ സാർ, ഒന്നും കൂടി ഒന്ന് എന്താ പറയണ്ടേ? അതായത് പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് മനസ്സിലായി, പിന്നെ അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് ലെസ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, അതായത് പിന്നെ അതുപോലെ തന്നെ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂമഡ്. അതായത് ഈ ഒരു ഫോർമാറ്റ് ടെക്സ്റ്റിൽ ഉണ്ടാവില്ലേ, ഈ ഒരു ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഇത് ഞാൻ പറഞ്ഞു ഇതിന് മുൻപ് ഒരു ഫോർമാറ്റ് ഉള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതാണ് ബേസിക് ഫോർമാറ്റ്. അപ്പോൾ ഇത് സാധാരണ ഒരു ട്രേഡിംഗ് കൺസേണോ അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നൊരു കോസ്റ്റ് ഷീറ്റാണ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, പ്രൈം കോസ്റ്റ് ഇതൊക്കെ എഴുതുക. അപ്പോൾ ഇതിൽ പ്രൊഡക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്താണ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിലാണ് ഈ ഒരു സംഗതി പറയുന്നത്. അതായത് ഈ ഒരു കോസ്റ്റ് ഷീറ്റ് പഠിച്ചാൽ മതി. ഇപ്പോൾ ഇതിൽ ഉള്ളത് ഞാൻ പറഞ്ഞില്ല, ഇത് അതേപടി പഠിക്കുക എന്നുള്ളതാണ്. റോ മെറ്റീരിയലിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം അത് എഴുതുക. പർച്ചേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ആഡ് ചെയ്യുക. എക്സ്പെൻസസ് ഓൺ പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഓൺ പർച്ചേസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അതിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലെസ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയൽ കൺസ്യൂംഡിൻ്റെ കോസ്റ്റ് കിട്ടും. പിന്നെ ഡയറക്റ്റ് വേജ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് എഴുതുക. ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡയറക്റ്റായിട്ട് എടുത്ത് ചെയ്തതാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടാനാണ് ഈ സംഗതികൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈം കോസ്റ്റ് ആണ് കിട്ടുക. അത് എഴുതി വെക്കുക. അപ്പോൾ ഈ പ്രൈം കോസ്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുക്കില്ല, ഇത് എല്ലാം കൂടി അതായത് ആദ്യം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് വേജും ഡയറക്റ്റ് എക്സ്പെൻസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് കിട്ടുകയാണ് ചെയ്യുക. പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ കണ്ടോ ഈ ഓവർ ഹെഡ് അല്ലെങ്കിൽ എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യനിൽ കൊടുക്കുക. വർക്ക് എക്സ്പെൻസോ അല്ലെങ്കിൽ വർക്ക് ഓവർ ഹെഡോ ഫാക്ടറി എക്സ്പെൻസോ അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അത് എഴുതുക. അതിൻ്റെ കൂടെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ചിലപ്പോൾ എഴുതൂല, ചിലപ്പോൾ ഡേറ്റേ കൊടുക്കുള്ളൂ കേട്ടോ. അത് നോക്കി നമ്മൾ ഏതാണ് ഓപ്പണിംഗ് ഏതാണ് ക്ലോസിംഗ് എന്ന് കണ്ടെത്തുക. ആദ്യം വരുന്ന ഡേറ്റ് ഓപ്പണിങ്ങും രണ്ടാമത് വരുന്ന ഡേറ്റ് അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന ഡേറ്റ് ക്ലോസിങ്ങുമാണ്. ഓപ്പണിങ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ WIP എന്ന് ചിലപ്പോൾ കൊടുക്കും. അതിൻ്റെ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ക്ലോസിംഗ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. അപ്പോൾ അത് ഇത് ആഡ് ചെയ്ത് ഇത് ലെസ് ചെയ്ത് ഇത് രണ്ടും ആഡ് ചെയ്യുക. ഇത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഫാക്ടറി കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് അല്ലെങ്കിൽ എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അപ്പോൾ അതും കഴിഞ്ഞാൽ ഒന്നും കൂടി വരുന്നുണ്ട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഇതൊക്കെ ക്വസ്റ്റ്യനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്താണ് മൊത്തം കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. ഒരു സെയിൽസിൻ്റെ കണക്കും ക്വസ്റ്റ്യനിൽ കൊടുക്കും. അപ്പോൾ എന്താണ് ആ സെയിൽസ് ഏറ്റവും താഴെ എഴുതിയിട്ട് ഒരു സ്പേസ് വിട്ടിട്ട് എഴുതി കഴിഞ്ഞിട്ട് എന്താണ് ആ കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് നമ്മുടെ ഏതിലുള്ളത്, ഈ ഒരു കണക്കിലുള്ളത് അല്ലേ. റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിങ്, റോ മെറ്റീരിയലിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക്, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ, അതായത് ഇതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റം നമ്മൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് ഏറ്റവും താഴെ എഴുതേണ്ടത്, ഡയറക്റ്റ് വേജ് ഈ പറഞ്ഞ റോ മെറ്റീരിയലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യേണ്ടത്, വർക്ക് എക്സ്പെൻസ് എന്നാണ് ഫാക്ടറി എക്സ്പെൻസ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ ഈ സെയിൽ ഓഫ് സ്ക്രാപ്പ് വരികയാണെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളതാണ്. സെയിൽ ഓഫ് സ്ക്രാപ്പ് വരികയാണ് എന്ത് ചെയ്യണം, ഈ വർക്ക് എക്സ്പെൻസ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി എക്സ്പെൻസിൻ്റെ കൂടെ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക വേണ്ടതെന്നുള്ളതാണ് എവിടെ പറയുന്നത്, ഇതാ ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കണക്കാണിത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഈ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ട ഈ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഫോർമാറ്റ് അതെന്താണ് അതേപടി എവിടെ ഫോളോ ചെയ്യുകയാണ് നമ്മളെ കണക്കിൽ നമ്മൾ ഈ സൊല്യൂഷനിൽ ഫോളോ ചെയ്യുകയാണ്. പറഞ്ഞത് ക്ലിയർ അല്ലേ?
ഹലോ, ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? വേറെ 330 ഇൻറ്റു 8340 330 ലെസ് അല്ലേ ചെയ്യുന്നത്? അതെ അതെ, 330 ലെസ്സാണ് ചെയ്യുന്നത്. അത് 8340 330 ലെസ്സാണ് ചെയ്യുന്നത്. അത് അതെ സ്ക്രാപ്പ് സെയിൽ അല്ലേ? അതെ അതെ. 330 ലെസ് ആണ് 8,10 കിട്ടുന്നത്. കിട്ടുന്നത്. കാര്യം സ്ക്രാപ്പ് നമ്മൾ ഫാക്ടറിയിലാണ് ഓക്കെ. ഉണ്ടാവുക. ഫാക്ടറിക്കാരത് വിൽക്കുമ്പോൾ അത് അവരെ വരുമാനമായി കൂട്ടിയിട്ട് അവരെ ചെലവ് കുറയ്ക്കാന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ നമ്മൾ ഇവിടെ നോക്കുന്നുള്ളൂ. ഇവിടെ പ്രൊഡക്ഷൻ അക്കൗണ്ട് മെത്തേഡ് അതിൻ്റെ തിയറിയാണിത്. കോസ്റ്റ് ഷീറ്റ്, പ്രൊഡക്ഷൻ അക്കൗണ്ട് മെത്തേഡ് തമ്മിലെ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഒരു പ്രൊഡക്ഷൻ അക്കൗണ്ട് മെത്തേഡ് ഉണ്ടേ. അപ്പോൾ നേരത്തെ ചോദിച്ചല്ലോ നമ്മുടെ അടുത്ത്. അപ്പോൾ ഈ കോസ്റ്റ് ഇത് കോസ്റ്റ് ഷീറ്റ് മെത്തേഡാണേ. ഒരു അക്കൗണ്ട് മെത്തേഡ് ഉണ്ട്. അക്കൗണ്ട് മെത്തേഡ് പറയുമ്പോൾ ലെഡ്ജർ വന്ന അവിടെ, ജേണലല്ല ലെഡ്ജറാണ്. അപ്പോൾ അക്കൗണ്ട് വരുന്ന നേരത്ത് നമ്മൾ ചിലവുകളൊക്കെ ഡെബിറ്റിൽ എഴുതുക. മനസ്സിലായില്ലേ? ചിലവുകൾ ഡെബിറ്റിൽ എഴുതുക. വരവ് മാത്രം അവസാനം നമ്മളിവിടെ എഴുതുള്ളൂ. ഇവിടെ ആകെ നമ്മൾ വരുന്ന വരവ് സെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിങ്, പർച്ചേസ്, എക്സ്പെൻസ് ഓൺ റോ മെറ്റീരിയൽ ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതാണ് വരുന്നത്, ഈ 3 സംഗതികൾ. ആദ്യം തന്നെ അതാ എഴുതുക, ഡെബിറ്റിൽ തന്നെ എഴുതുക. ഡെബിറ്റിൽ എഴുതി കഴിഞ്ഞാൽ ഇതിനൊരു ടോട്ടൽ വാല്യൂ കിട്ടുമല്ലോ. ഇതിനൊരു ടോട്ടൽ വാല്യൂ, കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ആഡ് പർച്ചേസ്, ആഡ് എക്സ്പെൻസ്, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ ഇത് 3ഉം ആഡ് ചെയ്തിട്ട് താഴെ നമ്മളൊരു സംഖ്യ എഴുതുക. അതിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടും. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് വേജ് എന്ത് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്യുക. ഡയറക്റ്റ് എക്സ്പെൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു രീതി ഒന്ന് മാറുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരച്ചത് ഒരു ലെഡ്ജറിൻ്റെ രൂപത്തിലേക്ക് എഴുതുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും എന്നുള്ളതാണ്. പ്രൈം കോസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ പോലെ തന്നെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുക, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യുക. ഇനി ഫാക്ടറി ഓവർ ഹെഡിൽ സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ സ്ക്രാപ്പ് ഇവിടുന്ന് കുറയ്ക്കാൻ വേണം കേട്ടോ. ഇവിടുന്ന് എഴുതിയിട്ട് കുറച്ചിട്ട് ഇവിടേക്ക് എഴുതുക, പുറത്തേക്ക്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കിട്ടുന്നുള്ളതാണ്. പിന്നെ അതിലേക്ക് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്യുക. ആ ഒരു അതിൻ്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ കണ്ട അതേ സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ കിട്ടി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇത് കഴിഞ്ഞാൽ അത് ഇവിടെ എഴുതുക. ഈ ടോട്ടൽ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് എഴുതുക, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അത് വീണ്ടും പിന്നെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മറിച്ച് എഴുതുക. അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും എഴുതുക. എന്നിട്ട് ഇതിൻ്റെ ബാലൻസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അതെടുത്ത് വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. അവിടുന്ന് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുക. ഇത് കൂട്ടിയിട്ട് ഇവിടെ അതിൻ്റെ ബാലൻസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. ഈ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ സെയിൽസ് എഴുതിയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഫോർമാറ്റായിട്ട് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബേസിസിൽ കണക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇത് ചോദിക്കാൻ ചാൻസ് ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സാധനം തന്നെ നിങ്ങൾ ഇതൊന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു വേറെ രീതിയിലേക്ക്, ഒരു ലെഡ്ജറിൻ്റെ രീതിയിലേക്ക് നമ്മൾ എഴുതുന്ന രീതിയാണ്. കാര്യം ഇതിൽ എഴുതുന്ന നേരത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ലേ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇത് വരെ നമ്മൾ ഇതുവരെ നമ്മൾ അതിൻ്റെ ഡെബിറ്റിലേക്ക് എഴുതി ഒരു ബാലൻസ് കാണിക്കാണ്ട് എഴുതും. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ ഇതുവരെ ഇതാണത്. ഇത് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ബാലൻസ് എഴുതിയിട്ട് ബാലൻസ് കാണിച്ചിട്ട് വീണ്ടും പിന്നെ അത് ബ്രോഡ് ഡൗൺ ചെയ്ത് പിന്നെ ഈ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എടുക്കുക, അത് വീണ്ടും ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എഴുതുക. അങ്ങനെയാണ്. കണക്ക് ചോദിക്കില്ല, അതിൻ്റെ ഫോർമാറ്റ് മാത്രമാണിത്. ആ ഫോർമാറ്റും എസ്സേക്കൊന്നും ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ്.
എന്താണ് പ്രൊഡക്ഷൻ അക്കൗണ്ട് മെത്തേഡ് എന്ന് ചോദിക്കും. ചിലപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻസ് ചിലപ്പോൾ തിയറിക്ക് എന്താണ് എന്ന് നോക്കി വെച്ചേക്കുക. കാര്യം എന്താണ്, അത് ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കി വിടുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. കോസ്റ്റ് ഷീറ്റും പ്രൊഡക്ഷൻ അക്കൗണ്ട് തമ്മിലുള്ള വ്യത്യാസം അതൊരു 5 പോയിൻ്റ് ഇതിൽ പഠിച്ചു വെക്കുക. 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, പിന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്, ടെൻഡർ. അപ്പോൾ അത് എന്താണ് നമുക്ക് പ്രോബ്ലം ഉള്ളത് തന്നെയാണ് ടെൻഡറിൻ്റെത്. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റും ആണ്. ഓക്കെ, അപ്പോൾ ടെൻഡർ നമുക്കറിയാം അല്ലേ. ടെൻഡർ എന്തായിരുന്നു, നമ്മൾ ടെൻഡർ വിളിക്കുക ചെയ്യുക അല്ലേ. നമ്മളിപ്പോൾ ടെൻഡർ വിളിക്കുക മാത്രമല്ല, നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ ഈ ടെൻഡർ അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ നമ്മൾ എന്താണ് ഈ പറയുന്ന കോൺട്രാക്ടർമാരുടെ അടുത്ത് നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ് കണ്ടിട്ടില്ലേ, അവർക്കൊരു ബ്രിഡ്ജ് ഉണ്ടാക്കണം, അവർ ടെൻഡർ കൊടുക്കും. ടെൻഡർ കൊടുക്കുമ്പോൾ എന്താണ് ഓരോരുത്തർ ആ ബ്രിഡ്ജിൻ്റെ എന്ത് തരും, അത് ഉണ്ടാക്കാനുള്ളൊരു കോസ്റ്റ് ഷീറ്റ് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ആരാണോ ഏറ്റവും എന്താണ് എഫക്റ്റീവായിട്ട്, എഫക്റ്റീവ് മീൻസ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ചിലവ് ചുരുങ്ങിയ ടെൻഡർ കൊടുക്കുക, അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കോസ്റ്റ് ഷീറ്റ് തന്നെയാണ് ടെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങാൻ പോയി, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ പണ്ടൊക്കെ പണ്ടല്ല എപ്പോഴും നമ്മൾ എന്താണ് ഒരു സ്ഥാപനത്തിലേക്ക് ഒരു 10 കമ്പ്യൂട്ടർ വാങ്ങണം. നമ്മളതിന് ഓരോ സ്ഥാപനത്തിൽ പോയിട്ട് എന്താണ് ഒരു ടെൻഡർ ചോദിക്കുമല്ലോ അല്ലേ. അപ്പോൾ ആ ടെൻഡർ ചോദിക്കുമ്പോൾ ആരാണോ ചെറിയ ടെൻഡറിന് നമുക്ക് ആവശ്യമുള്ള സ്പെസിഫിക്കേഷനിൽ 10 കമ്പ്യൂട്ടർ തരുന്നത് അവർക്ക് നമ്മൾ ഓർഡർ കൊടുക്കുക ചെയ്യുക. മനസ്സിലായില്ലേ. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് തന്നെയാണ് എന്ത് ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ വലിയൊരു സ്ഥാപനമാണെന്ന് കരുതുക, നമുക്കിപ്പോൾ എന്താണ് നമ്മളൊരു കാർ മാനുഫാക്ചേഴ്സ് ആണ്. അപ്പോൾ കാറിൻ്റെ എൻജിൻ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ കാറിൻ്റെ എൻജിൻ ഉണ്ടാക്കണില്ലല്ലോ. അപ്പോൾ വിദേശ കമ്പനികൾക്ക് നമ്മൾ ടെൻഡർ ക്ഷണിക്കുക. അപ്പോൾ ആ ഒരു എൻജിൻ ഉണ്ടാക്കി തരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ടോർക്കും അല്ലെങ്കിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഫ്യൂവൽ എഫിഷ്യൻസി ഒക്കെ ഉള്ള ഒരു എൻജിൻ ഉണ്ടാക്കി തരാൻ ഓരോരുത്തരും ഓരോ ടെൻഡറും കൊണ്ടുവരും. ആ ടെൻഡർ മീൻസ് കോസ്റ്റ് എന്താണ്, അതിൻ്റെ കോസ്റ്റ് ഷീറ്റാണ്. ഇത്ര ലേബറിന് ഇത്ര പൈസ, മെറ്റീരിയലിന് ഇത്ര പൈസ, ഡയറക്റ്റ് എക്സ്പെൻസിന് ഇത്ര പൈസ. മനസ്സിലായില്ലേ. മൊത്തം കഴിഞ്ഞിട്ട് ഒരു മൊത്തം ചിലവും തരും, പെർ യൂണിറ്റ് ചിലവും തരും. അപ്പോൾ നമ്മൾ ഏറ്റവും നമുക്ക് ചുരുങ്ങിയ ചിലവിൽ നമുക്ക് അഫോർഡബിൾ ആയ ടെൻഡർ നമ്മൾ വിളിക്കുകയാണ് ചെയ്യുക. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായില്ലേ, പറഞ്ഞത് ക്ലിയർ അല്ലേ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഹലോ, കേൾക്കുന്നില്ലേ? യെസ് സർ, കേൾക്കണ്ട്. ആയിക്കോട്ടെ. അപ്പോഴേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് അണ്ടർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ കാൽക്കുലേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ഓൺ ദ ബേസിസ് ഓഫ് പെർസെൻറ്റേജസ് ഓഫ് ഓവർ ഹെഡ്. അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കണം നമ്മൾ ഇതിന് മുൻപായിട്ട്. അതായത് പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് ഓൺ ഡയറക്റ്റ് വേജ്. അപ്പോൾ ഡയറക്റ്റ് വേജിൻ്റെ അനുപാതത്തിൽ ഫാക്ടറി ഓവർ ഹെഡിനെ നമ്മൾ കണക്കാക്കണം എന്നുള്ളതാണ്. ഫാക്ടറി ഓവർ ഹെഡ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജ് ആണ്. പിന്നെ പെർസെൻറ്റേജ് ഓഫ് ഓഫീസ് ആൻഡ് ജനറൽ ഓവർ ഹെഡ് ഓൺ ഫാക്ടറി കോസ്റ്റ്. അത് ഫാക്ടറി കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓഫീസ് ആൻഡ് ജനറൽ ഓവർ ഹെഡിന് എത്ര ചിലവ് വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെന്താണ് പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഓൺ ഫാക്ടറി കോസ്റ്റ് ആണ്. അത് എന്താണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഓൺ ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കണക്കാക്കേണ്ടി വരും. പ്രോഫിറ്റ് നമ്മൾ എന്താണ് സപ്പോസ് ദ സെല്ലിംഗ് പ്രൈസ് ഇസ് 100 ലെസ് എന്താണ് 20% ഓൺ സെല്ലിംഗ് പ്രൈസ് 20, കോസ്റ്റ് വിൽ ബി 80. സോ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് വിൽ ബി 20/80 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കണക്കാക്കാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നോക്കുക. അതായത് പെർസെൻറ്റേജ് ഓൺ പ്രോഫിറ്റ് ഇപ്പം 10% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസിൻ്റെ 10% പ്രോഫിറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ കോസ്റ്റിൻ്റെ 1/9 ആയിരിക്കും. ഇപ്പോൾ 100 രൂപ സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, അതിന് 10 രൂപ നമുക്ക് പ്രോഫിറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ കോസ്റ്റ് എത്ര വേണം? കോസ്റ്റ് 90 രൂപയല്ലേ വേണ്ടത്. അപ്പോൾ പ്രോഫിറ്റും കോസ്റ്റും തമ്മിലുള്ള അനുപാതം എന്താ? 1/9. പ്രോഫിറ്റും സെല്ലിംഗ് പ്രൈസ് തമ്മിലുള്ള അനുപാതം എന്താ? 1/10. പറഞ്ഞത് ക്ലിയർ ആണോ? പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? പറയൂ സാറേ, ഒന്നും കൂടി പറയൂ സാറേ. കേൾക്കുന്നില്ലേ? ഓക്കെ സാർ ഒന്നും കൂടി അത് റിപ്പീറ്റ് ചെയ്യോ?
ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം സാർ പറഞ്ഞത്. കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ ഓക്കെ 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 ഓക്കെ. ഓ, അപ്പോൾ അതിൽ ഇത് പറഞ്ഞത് ക്ലിയർ ആണോ? ആ, അതായത് സെല്ലിംഗ് പ്രൈസ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയാണ് നമുക്ക് എന്താണ് 10% സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ 10% നമുക്ക് പ്രോഫിറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ 10% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100ൻ്റെ 10 മടങ്ങാണല്ലോ, അല്ലെങ്കിൽ 10 ഡിവൈഡ് ബൈ 100 ആണല്ലോ 10%. അപ്പോൾ 1/10 ആണ് എന്ത് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ 1/9 ഓൺ കോസ്റ്റ് ആയിരിക്കും എന്ത് ആ ഒരു പ്രോഫിറ്റ്. അതായത് ഇപ്പോൾ ഞാനൊരു സാധനം 100 രൂപക്ക് വിൽക്കുന്നുണ്ട്, എനിക്കതിൽ 10 രൂപ എന്ത് കിട്ടണം, അല്ലെങ്കിൽ 10%, അല്ലെങ്കിൽ 10 രൂപ എനിക്കതിൽ പ്രോഫിറ്റ് കിട്ടണം എന്ന് പറയുമ്പം അതിൻ്റെ ചിലവ് എത്ര വരിക? ചിലവ് എത്ര വരിക? 90 വരിക. അപ്പോൾ എന്താണ് 10/90 അല്ലേ? അതായത് കോസ്റ്റിൻ്റെ പുറത്ത് ആ ഒരു പ്രോഫിറ്റ് എത്രയാ? 10/90 ആണ് വരിക. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രോഫിറ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ 20% സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റ് എന്താണ് 25% അത് കോസ്റ്റിലായിരിക്കും. പ്രോഫിറ്റ് 20% ഓൺ അതിവിടെ ഇങ്ങനെ ഇതിൻ്റെ ഉദാഹരണം ഇവിടെ കാണിച്ചതാണ്. പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓൺ സെയിൽസ് ഡിവൈഡ് ബൈ 100 മൈനസ് എന്താണ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അതായത് കോസ്റ്റ് ഇൻറ്റു 100 സെല്ലിംഗ് പ്രൈസ് കിട്ടണമെങ്കിൽ, പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഇത് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട് 90 രൂപ, അതിൻ്റെ പ്രോഫിറ്റ് 10% ആണ്. പിന്നെന്താണ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ആണ്. പ്രോഫിറ്റ് ഓൺ സെയിൽസ് 10% കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണം. കോസ്റ്റ് 90 ആണ്. നമ്മൾ ആ സാധനം വിൽക്കുമ്പോൾ അതിൻ്റെ വിൽപ്പന വില ഉണ്ടല്ലോ, പ്രൈസിൻ്റെ മുകളിൽ നമുക്ക് 10%, സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ 10% നമുക്കതിന് പ്രോഫിറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ വില വരുന്നത് 90 രൂപയാണ്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ആണ് വരിക. കോസ്റ്റ് 90 അല്ലേ, 90 ഇൻറ്റു എത്രയാണ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്, അത് വരുന്നത് 10%. 10 എന്ന് എഴുതിയാൽ മതി. ഇൻറ്റു എന്താണ് 100 മൈനസ് ദാറ്റ് പെർസെൻറ്റേജ്, അത് 10. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 90 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 90 വെട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് 10 റുപ്പീസ് തന്നെയാണ് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു സംഖ്യ വരികയാണെങ്കിൽ, ഇപ്പോൾ 90 അല്ലാതെ ഇപ്പോൾ എന്താണ് 80 രൂപ വരുമ്പോൾ സംഖ്യ, അതായത് നമ്മുടെ പ്രോഫിറ്റ് മാറും. ശതമാനം ഇതിപ്പോൾ 100 രൂപയാണ്, 90 ആയതുകൊണ്ട് 100 രൂപ തന്നെ വരിക. 100ൻ്റെ 10%വും 10 രൂപ തന്നെയാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്ത് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കാണണമെന്നുണ്ടെങ്കിൽ എന്താണ് 90 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 100 മൈനസ് എന്താണ് ഈ പറയുന്ന പെർസെൻറ്റേജ് ഓൺ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ചെയ്താൽ 90 വന്നാൽ എന്താണ് സെല്ലിംഗ് പ്രൈസ് 100 ആണ് ഇവിടെ വരിക എന്നുള്ളതാണ്.
അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് ഇക്വേഷൻസ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ആ ശരി, ഞാൻ പറഞ്ഞുതരേ. അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ കണക്കാക്കാം. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് മൊത്തം വന്ന കോസ്റ്റ് 80 രൂപയാണെന്ന് കരുതുക. നമുക്കെന്താണ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് 5% എന്ന് കരുതുക. ഫൈൻഡ് എമൗണ്ട് ഓഫ് എന്താണ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു സാധനത്തിൻ്റെ ചിലവ് നമുക്ക് വന്നിരിക്കുന്നത് 80 രൂപയാണ്. പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റ് ഓൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ്, കോസ്റ്റ് അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ്. ക്വസ്റ്റ്യനിൽ എവിടെയും സെല്ലിംഗ് പ്രൈസ് കൊടുത്തിട്ടുണ്ടാവില്ല. ഓക്കെ, ക്വസ്റ്റ്യനിൽ എവിടെയും സെല്ലിംഗ് പ്രൈസ് കൊടുക്കില്ല. അപ്പോൾ നമ്മളോട് ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റിൻ്റെ പൈസ എത്രയാണ്? 80 രൂപ കോസ്റ്റാണ്. ഈ 5% സെല്ലിംഗ് പ്രൈസിൻ്റെ എന്താണ്? 5%. സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെ നിങ്ങൾ കാണണം? പ്രോഫിറ്റിൻ്റെ കൃത്യ എമൗണ്ട് കാണണമെങ്കിൽ കോസ്റ്റ് 80 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100 മൈനസ് ഈ 5. അപ്പം 80 ഇൻറ്റു 5 400 ഡിവൈഡഡ് ബൈ 95 ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ആ ഒരു പ്രോഫിറ്റിൻ്റെ കൃത്യം എമൗണ്ട് കിട്ടുമെന്നുള്ളതാണ്. ഇനി ചോദ്യത്തിൽ പ്രോഫിറ്റിൻ്റെ കൂടെ തന്നെ സെല്ലിംഗ് പ്രൈസ് ആണ് കാണുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. കോസ്റ്റ് ഇൻറ്റു 100 വരും. കോസ്റ്റ് ഇൻറ്റു ഇവിടെ 5 ഈ പെർസെൻറ്റേജ് അല്ല വന്നത്. കോസ്റ്റ് ഇൻറ്റു പെർസെൻറ്റേജിന് പകരം ഇവിടെ എന്ത് വന്ന്? കോസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എന്താണ്? 100 മൈനസ് പെർസെൻറ്റേജ് ഓൺ പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ അവിടെ എന്താണ്? ആ ഒരു പെർസെൻറ്റേജ് മൈനസ് ചെയ്യലാണ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഇവിടെ 80 ആണ്. ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് 5 95. അപ്പോൾ 80 ഇൻറ്റു 100 8000 അല്ലേ? അപ്പോൾ 8000 ഡിവൈഡ് ബൈ 95 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കിട്ടും എന്നാണ് പറയുന്നത്. പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ അതിൽ? വേറെ ആർക്കും എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചോദ്യം ചിലപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കി വെക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉൽപ്പന്നത്തിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ 1/10 എന്ന് പറയുകയാണെങ്കിൽ 1/9 എന്തുണ്ടാവുക? പ്രോഫിറ്റ് അതിലുണ്ടാവുക. 1/9 സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ 1/8 കോസ്റ്റിലുണ്ടാവുക. 1/5 സെല്ലിംഗ് പ്രൈസിൽ പ്രോഫിറ്റ് എങ്കിൽ 1/4 ഉണ്ടാവുക. അതായത് ഇപ്പോൾ 25 രൂപയിലെ സാധനത്തിന് 5 രൂപ പ്രോഫിറ്റ്. ഇത് സെല്ലിംഗ് പ്രൈസാണ്, ഇത് പ്രോഫിറ്റാണ്. 25/5 എത്രയാ? 1/5. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എത്ര ഉണ്ടാവുക? 20/5 അല്ലേ? 1/4 അല്ലേ? പറഞ്ഞത് ക്ലിയർ അല്ലേ? പറഞ്ഞത് ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. ഈ ലിസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ചിലപ്പോൾ 1/9 കോസ്റ്റിലാണെങ്കിൽ 1/10 സെല്ലിംഗ് പ്രൈസിലായിരിക്കും. അതൊന്ന് നോക്കി വെക്കണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സംഗതി നോക്കിയാലാണ് നമുക്കത് മനസ്സിലാവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു കണക്കിലേക്ക് പോവാം. കണക്ക് എന്താണ്? ദ അക്കൗണ്ട്സ് ഓഫ് എ മെഷീൻ മാനുഫാക്ചറിങ് കമ്പനി ഡിസ്ക്ലോസ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫോർ 6 months. അതായത് അവർ 6 മാസത്തെ എന്താണ് ഈ പറയുന്ന ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ യൂസ് ചെയ്തത് 1,50,000. പ്രൊഡക്റ്റീവ് വേജ് കൊടുത്തത് 1,20,000. പ്രൊഡക്റ്റീവ് വേജ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് വേജ് ആണ്. പ്രൊഡക്റ്റീവ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ആ പ്രൊഡക്ഷന് യൂസ് ചെയ്തത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഫാക്ടറി ഓവർ ഹെഡ് വന്നത് എന്താണ്? 24,000. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ്, അത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണ്. അത് വന്നത് എന്താണ്? 17,640. പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ഓഫ് ദ മെഷീൻ ആൻഡ് കാൽക്കുലേറ്റ് ദ പ്രൈസ് which the company should quote for manufacture of a machine requiring materials
വാല്യൂഡ് 1250 ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻ പ്രൊഡക്റ്റീവ് വേജ് 750 ആൻഡ് ദ പ്രൈസ് മേ yield എന്താണ് 20% ഓൺ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തത്തിൽ എന്താണ് ഇവരെ ആദ്യത്തെ ഈ ഒരു സംഗതി ഈ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങളൊരു കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുക. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് നിങ്ങൾ എന്താണ് ആദ്യം തയ്യാറാക്കുക. ആദ്യം അതിൽ മെറ്റീരിയൽ എഴുതുക, ഡയറക്റ്റ് വേജ് എഴുതുക, പ്രൈം കോസ്റ്റ് അപ്പോൾ കിട്ടും, ഫാക്ടറി ഓവർ ഹെഡ് എഴുതി കഴിഞ്ഞാൽ ഫാക്ടറി കോസ്റ്റ് കിട്ടും, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓഫീസ് എക്സ്പെൻസ് ആണ്, അത് ആഡ് ചെയ്താൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഇത് ചെയ്യണം, അതായത് പെർസെൻറ്റേജ് ഓൺ ഫാക്ടറി ഓവർ ഹെഡ് ഓൺ വേജസ്, പിന്നെന്താണ് പെർസെൻറ്റേജ് ഓൺ ഇതല്ലേ ഉള്ളൂ, ഇതുമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും അല്ല, ഇതിനു മുമ്പ് നമ്മൾ എന്താണ് ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ, ഫാക്ടറി ഓവർ ഹെഡ്, ജനറൽ എക്സ്പെൻസും പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനും. ഇത് കാണണ്ട, ഇത് രണ്ടും എന്താണ് ക്വസ്റ്റ്യനിൽ, ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കഴിഞ്ഞിട്ട് അത് ആൻസറിൽ നിങ്ങളത് കാണണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്, ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100 കാണുക. അപ്പോൾ ഡയറക്റ്റ് വേജിൻ്റെ 20% നമുക്കിവിടെ ഫാക്ടറി ഓവർ ഹെഡ് വന്നത്. ഈ പ്രൊഡക്റ്റീവ് വേജിൻ്റെ 20% ഫാക്ടറി ഓവർ ഹെഡ് വന്നത്. ഇനി ഫാക്ടറി കോസ്റ്റിൻ്റെ എത്ര ശതമാനമാണ് ഇതിൻ്റെ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസിൻ്റെ ചിലവ് വന്നതെന്നുള്ളതാണ്. അത് 6% വന്നത്. ഇനിയിപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതും ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ പുറമെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ടെൻഡറാണ് വിളിക്കേണ്ടത്. അപ്പോൾ എന്താണ് നമുക്കത് വിളിക്കുമ്പോൾ എന്താണ് ഇവിടെ ഇങ്ങനെ ഇത് എഴുതി കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെന്താണ് ഈ ഒരു ചിലവ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല, ഇതും ക്വസ്റ്റ്യനിൽ കൊടുത്തില്ല. അത് രണ്ടും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് രണ്ടും കണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്താണ് ആദ്യം ബേസിക് ആയിട്ടുള്ളവർ സ്വതവേ ഇവർ ചെയ്യുന്ന എന്താണ് ഇവർ ചെയ്യുന്ന മാനുഫാക്ചറിങ്ങിൽ ഇവർക്ക് സ്വതവേ വരാറുള്ള ചിലവ് ഇതാണ്. അപ്പോൾ ഇതിൽ ഇതും പുതിയതായിട്ട് എന്താണ് ക്വസ്റ്റ്യനിൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ എന്താണ് ഇപ്പോൾ ഇവിടെ മൊത്തം ഉണ്ടാക്കുമ്പോൾ 1,50,000 വരലുണ്ട്. അപ്പോൾ 1,250 മെറ്റീരിയൽ വരുന്നതും 750 എന്താണ് ഒരു സാധനം ഉണ്ടാക്കാൻ കൂലി വരുന്നതായിട്ട് സാധനം ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. സെല്ലിംഗ് പ്രൈസിൻ്റെ 20% നമുക്ക് എന്താണ് അതിൽ ലാഭം വേണം. അങ്ങനെ ആയിരിക്കണം ടെൻഡർ കൊടുക്കേണ്ടത്. അതിൽ ഇവിടെ കൊടുത്തതിന് വിഭിന്നമായിട്ട് ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന നമ്മളെ ഈ പ്രൊഡക്റ്റീവ് വേജിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ശതമാനം കാണുക, പിന്നെ ഫാക്ടറി കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ശതമാനം കണ്ടുവെക്കുക. അപ്പോൾ എന്താണ് നമുക്ക് അടുത്ത ടെൻഡറിനുള്ള കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ഇത് രണ്ടും എന്താണ് അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൊടുത്ത ഈ മെറ്റീരിയൽ 1,250 ഈ വേജ് 750 എന്താണ് നിങ്ങളിവിടെ ആദ്യം എഴുതി വെക്കുക. അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡറാണ്, കോസ്റ്റ് ഷീറ്റ് തന്നെ. അപ്പോൾ എന്താണ് ആദ്യം മെറ്റീരിയൽ എഴുതുന്നു, വേജ് എഴുതുന്നു, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എന്താണ് നമ്മളത് പ്രൈം കോസ്റ്റ് ഇവിടെ എഴുതുന്നു. പ്രൈം കോസ്റ്റ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഈ 750ൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ, അതായത് എന്താണ് ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വരാൻ പോകുന്ന ഫാക്ടറി ഓവർ ഹെഡ് എന്തായിരിക്കും അത് കണക്കാക്കാനാണ് നമ്മളിവിടെ, അല്ലെ നമുക്ക് അറിയില്ല, നമ്മൾ ടെൻഡർ കൊടുക്കാൻ പോകുന്നുള്ളൂ, സ്വതവേ എങ്ങനെയാണ് വരിക എന്നുള്ളത് കാണിക്കണ്ടേ. അപ്പോൾ എന്താണ് ഡയറക്റ്റ് വേജ് 750ൻ്റെ 20%, കാര്യം നമുക്ക് ഫാക്ടറി ഓവർ ഹെഡിൻ്റെ ഡയറക്റ്റ് വേജിൻ്റെ എത്ര ശതമാനമായിട്ടാണ് ഫാക്ടറി ഓവർ ഹെഡ് വന്നത്, 20%. അപ്പോൾ 750ൻ്റെ 20%, അതായത് എന്താണ് 150 രൂപ നമ്മളിവിടെ എഴുതുക. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ എഴുതുക. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടി. ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ എത്ര ശതമാനമായിരുന്നു ജനറൽ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓവർ ഹെഡ്, അത് 6%. അപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യുക 6% കണ്ടിട്ട് ഇവിടെ എഴുതുക, എന്നിട്ട് ടോട്ടൽ എഴുതുക കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണുന്ന നേരത്ത് നിങ്ങളിവിടെ ശ്രദ്ധിക്കുക എത്ര ശതമാനമാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസിൽ എത്ര ശതമാനമാണ് വേണ്ടത്, 20% എന്ന് വെച്ചാൽ എത്രയാ, 20% മീൻസ് 20 എഴുതുക, അതിന് താഴെ ഒരു 100 എഴുതുക. 20% എന്ന് വെച്ചാൽ 1/5 അല്ലേ, 1/5 സെല്ലിംഗ് പ്രൈസ്, 1/5 സെല്ലിംഗ് പ്രൈസിൽ എന്താണ് നമുക്ക് പ്രോഫിറ്റ് വരണമെന്നുണ്ടെങ്കിൽ കോസ്റ്റിൽ എത്ര വരണം ഒന്ന് പറഞ്ഞേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കട്ടായോ? സെല്ലിംഗ് പ്രൈസ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് നമ്മൾ ക്വസ്റ്റ്യനിൽ 1/5 സെല്ലിംഗ് പ്രൈസിൽ പ്രോഫിറ്റ് വരണമെങ്കിൽ
കോസ്റ്റിൻ്റെ ഏത് ഫ്രാക്ഷനിലാണ് നമ്മൾ കൊടുക്കുക? 1/5 20% മീൻസ് 1/5 ആണ്. 1/4 അല്ലേ? 1/4 അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? അല്ലേ? കേൾക്കുന്നില്ലേ? പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക? അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നോക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ ഈ ഒരു മൊത്തം കോസ്റ്റ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 1/4 എന്ന് വെച്ചാൽ അങ്ങനെ 1/4 എന്ന് കണ്ടാൽ മതി. അതായത് 2279 ഇൻറ്റു 1/4 ഇതിൽ ആദ്യം 4 കൊണ്ട് ഗുണിക്കുക. 4 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ ഇത് 1 കൊണ്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. 570 അത് അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ എന്താണ് അത് എഴുതിയിടുന്നതാണ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ കൊട്ടേഷൻ എന്ന് വെച്ചാൽ നമുക്ക് വെറുതെ അങ്ങോട്ട് കോസ്റ്റ് മാത്രം വെച്ചിട്ട് നമ്മൾ ഈ മെനക്കെട്ടിട്ട് ഒരു പ്രോഫിറ്റ് വേണ്ടേ? ഒരു കൊട്ടേഷൻ വിളിക്കണം നേരത്തെ. ഇപ്പോൾ കോൺട്രാക്ടർ ആവട്ടെ എന്തോ ആവട്ടെ. അപ്പോൾ ഇതാണ് അതിൻ്റെ കൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പറഞ്ഞത് ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? അടുത്ത സെക്ഷനിലേക്ക് പോട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 570 എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി പറയണേ, വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക. ഇവിടെ നമ്മളൊരു ടെൻഡർ എഴുതുക എന്നുള്ളത് ക്ലിയർ അല്ലേ? അത് ടെൻഡർ എഴുതുകയാണ്. ആ ടെൻഡർ കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുന്ന വില, ആ ടെൻഡർ നമ്മൾ എടുക്കുമ്പോൾ സെല്ലിംഗ് പ്രൈസ് അല്ലേ, നമ്മളൊരു പ്രൈസാണല്ലോ കൊടുക്കുമല്ലോ. നമ്മൾ കോസ്റ്റ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. കോസ്റ്റ് കൊടുത്താൽ എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അതിലേക്ക് പ്രോഫിറ്റ് കൃത്യമായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ പറയും നിങ്ങൾ ഇത്ര ശതമാനം പ്രോഫിറ്റ് എടുക്കരുത്, നിങ്ങൾ 5% അല്ലെങ്കിൽ 2% പ്രോഫിറ്റ് എടുക്കാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊരു പ്രൈസാണ് കൊടുക്കുക. ആ പ്രൈസിൻ്റെ 20% നമുക്ക് പ്രോഫിറ്റ് വേണമെന്ന് പറയും. സെല്ലിംഗ് പ്രൈസാണ് നമ്മൾ കണക്കാക്കുന്നത്. കോസ്റ്റാണ് ഇവിടെ. കോസ്റ്റ് ഷീറ്റ് വെച്ച് നമ്മൾ കോസ്റ്റ് കണക്കാക്കിയിട്ട് നമ്മൾ കണക്കാക്കുന്നത് നമ്മൾ കൊടുക്കുന്ന സെല്ലിംഗ് പ്രൈസിൻ്റെ 20% എങ്കിലും നമുക്ക് എന്ത് കിട്ടണം? പ്രോഫിറ്റ് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സെല്ലിംഗ് പ്രൈസിൻ്റെ 20% പ്രോഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ 20% എന്ന് വെച്ചാൽ എന്താണ്? 20/100 ആണ്. അത് 1/5 ആണ്. അപ്പോൾ 1/5 സെല്ലിംഗ് പ്രൈസിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റിൽ അത് 1/4 ആണ് വരിക. അത് എവിടെ കൊടുത്തിട്ടുണ്ട്? ഇതിന് മുൻപ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ആ 1/4 ആണ്. അതായത് ഇവിടെ മൊത്തം കോസ്റ്റ് കണ്ടില്ലേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 2279. അതിൻ്റെ 1/4 ആണ് ഈ 570. അതാണ് 25% ഓൺ 2279. അപ്പോൾ അത് ചിലപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആവും. ചിലപ്പോൾ എന്താണ് ഇതിനെ 25% കാണുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വ്യതിയാനം ഉണ്ടാവും. അതിന് റൗണ്ട് ഫിഗർ ആയിരിക്കും ഇത് 570. ഓക്കെ, അപ്പോൾ അതാണ് അങ്ങനെ കൊടുത്തത്. അതായത് ഈ 2279 ഇൻറ്റു 25/100. കാര്യം 25% അല്ലേ? അതായത് 2279 ഇവിടെ കണ്ടല്ലേ? നമ്മൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് ടെൻഡർ എത്ര കോസ്റ്റ് വരുന്നത് കണ്ടതാണ്. അതിൻ്റെ 25% 570. ക്ലിയർ അല്ലേ? 25. ആ 25 എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തത്. 1/5 അതായത് ഈ ഫാക്ടറി കോസ്റ്റുകളിലെ 2150 അതിൻ്റെ 6/100 ആണ്. 6%. അതായത് ഈ ഫാക്ടറി കോസ്റ്റ് നമ്മൾ ഫാക്ടറി കോസ്റ്റ് ഇവിടെ എഴുതിയിട്ടില്ലേ? അതാ കാണുന്നില്ലേ ഫാക്ടറി കോസ്റ്റ്? അതിൻ്റെ 6% ആണ്. ഓക്കെ. ഈ 150 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? അതെന്താണ് നമ്മളെ അത് മനസ്സിലായി. ഓക്കെ. അപ്പോൾ അതാണ് അതിൽ വരുന്നത്. അത് നോക്കുക, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ചോദിക്കുക വെച്ചാൽ എസ്സേ ആണ് കേട്ടോ. ഇതൊക്കെ എന്താണ് കാര്യം? നമ്മൾ ആദ്യം ഇത് തയ്യാറാക്കി ഇത് കഴിഞ്ഞ് പിന്നെ ഇത് ചെയ്യാൻ വേണം. ഇത് ചോദിച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക്. കുറച്ചും കൂടി ഈ 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റുന്നതാണ്. ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. പിന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് യൂണിറ്റ് കോസ്റ്റ്.
അപ്പോൾ നമ്മൾ നേരത്തെ പെർസെൻറ്റേജ് ആണ് കണ്ടത്, പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ കാണുന്നതാണ് കണ്ടത്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ വർഷം വന്ന യൂണിറ്റ് പ്രൈസിൻ്റെ പ്രീവിയസ് ഇയറിൻ്റെ യൂണിറ്റ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഒരു ഇതുള്ളത് ദർ ഇസ് നോ ചേഞ്ച് ഇൻ കോസ്റ്റ് കോമ്പോണൻ്റ് ആൻഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ്. പ്രോഫിറ്റിൻ്റെ ശതമാനത്തിലും കോസ്റ്റ് കോമ്പോണൻസിലും മാറ്റങ്ങളില്ലെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ ഇതിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ അതിൽ ദ ഫോളോയിങ് ഫിഗേഴ്സ് റിലേറ്റ് ടു ദ മാനുഫാക്ചർ ഓഫ് ഇലക്ട്രിക് ഫാൻസ് ഫോർ ദ പീരീഡ് ഓഫ് 3 months കൊടുത്തിട്ടുണ്ട്. റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, കംപ്ലീറ്റഡ് സ്റ്റോക്കിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൊടുത്തിട്ടുണ്ട്. ഫാക്ടറി വേജസ് കൊടുത്തിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ചാർജ്, മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെയിൽസ് കൊടുത്തിട്ടുണ്ട്. വേറെ ശതമാനങ്ങൾ നമ്മൾ കാണേണ്ടി വരും. നമ്പർ ഓഫ് ഫാൻസ് മാനുഫാക്ചറിങ് ഡ്യൂറിങ് 3 months വാസ് 3000. അപ്പോൾ 3000 ആണ് ഈ 3 മാസങ്ങളിൽ. അല്ല, ഇതിപ്പോൾ ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെ എന്ന് പറയുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ആ 3 മാസം 3000 ഫാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളോടൊരു ടെൻഡർ ഉണ്ടാക്കാൻ പറയുന്നുണ്ട് 750 ഫാനിൻ്റെത്. ഇതേ അപ്പോൾ ഇത് ഇവിടെ ഒരു സെയിൽസ് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കി ഇവിടുന്ന് കിട്ടുന്ന പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതേ അടിസ്ഥാനത്തിൽ പ്രോഫിറ്റ് വരുന്ന തരത്തിൽ നമ്മളെന്താണ് ഒരു 750 ഫാനിന് നമ്മളെന്താണ് ഒരു ടെൻഡർ ഉണ്ടാക്കി കൊടുക്കാനാണ് പറയുന്നത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്താണ് നിങ്ങളൊരു കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുക. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുമ്പം റോ മെറ്റീരിയലിൽ ഇങ്ങനെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും, ഫിനിഷ്ഡ് ഗുഡ്സ് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ എടുത്ത് എഴുതുക. അതിൻ്റെ കൂടെ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, അതിൽ നിന്നാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ അത് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടി. പിന്നെ ഫാക്ടറി വേജ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് വേജ് ആണ്. ഫാക്ടറി എക്സ്പെൻസ് ആണ് ഫാക്ടറി ഓവർ ഹെഡ് കേട്ടോ. ഫാക്ടറി വേജസ് ഡയറക്റ്റ് വേജ്. അപ്പോൾ എന്താണ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് കിട്ടി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നിനും വേണ്ട ഈ ഡയറക്റ്റ് മെറ്റീരിയൽ, ഫാക്ടറി വേജസ്, പ്രൈം കോസ്റ്റ്, എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇതിനൊക്കെ എന്താണ് ഇവിടെ നമ്മൾ എത്ര ഫാനാണ് കഴിഞ്ഞ 3 മാസം ഉണ്ടാക്കിയത്, 3000 ഫാനല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ് 34,000-നെ 3000 കൊണ്ട് 34,000-നെ 3000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 11.33 കിട്ടും. 75,000-നെ 75,000-നെ എന്ത് ചെയ്യുക, 3000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 25 കിട്ടും. 1,09,000-നെ 3000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 36.33 കിട്ടും. ഇൻഡയറക്റ്റ് ചാർജിനെ 3000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 4.17 കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ 3000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ചെയ്യുക, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്ത് വെക്കുക. കാര്യം എന്താണ്, അടുത്തതിലേക്ക് പോകണ നേരത്ത് ഇതുവരെ നമുക്കെന്താണ് ചെയ്യാനാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താണ് അതിവിടെ ആഡ് ചെയ്തിട്ടില്ലേ. കംപ്ലീറ്റഡ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ, കംപ്ലീറ്റഡ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ എന്തുകൊണ്ട് ആഡ് ചെയ്തില്ല, കംപ്ലീറ്റഡ് സ്റ്റോക്ക് അത് നില്ലാണല്ലേ, സോറി അത് നില്ലാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആഡ് ചെയ്തില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. സെയിൽസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് ഇവിടെ എഴുതി, എന്താണ് പ്രോഫിറ്റ് കണ്ടു. അപ്പോൾ പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ആ പ്രോഫിറ്റ് കോസ്റ്റിൽ എത്ര പെർസെൻറ്റേജ് വന്നതെന്ന് കാണാം. അപ്പോൾ ഈ പ്രോഫിറ്റ് നിങ്ങൾ മുകളിൽ ന്യൂമറേറ്ററിൽ എഴുതിയിട്ട് ഡിനോമിനേറ്ററിൽ എന്താണ് നമ്മുടെ കോസ്റ്റ് ഇവിടെ കിട്ടിയത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 11.11%. ഇതിനെങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ചെയ്ത് വെച്ചാൽ മതി. അത് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾ ആ ഒരു എത്ര ഫാനാണ് ഉണ്ടാക്കേണ്ടത്, നമുക്ക് 750 ഫാനല്ലേ. 750 ഫാനിൻ്റെ മെറ്റീരിയൽ, വേജസ്, പ്രൈം കോസ്റ്റ്. മെറ്റീരിയൽ എത്രയാണ് ഇവിടെ നോക്കിയാൽ 11.33 ആണ്. അതെടുക്കുക, അതിനെ 750 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക.
വേജ് എത്രയാണ് 25 25 750 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക. അപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്യുക. ഇൻഡയറക്റ്റ് ചാർജ് എത്രയാണ്? ഇൻഡയറക്റ്റ് ചാർജ് 4.17 750 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 40.50 അതെന്താണ് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ഇവിടെ വേറെ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കാര്യമൊന്നും പിന്നെ ഇല്ലല്ലോ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ 11.11% ഇവിടെ താഴെ എടുത്ത് എഴുതുക. അപ്പോൾ എന്താണ് നമുക്ക് ഇതാണ് ഒരു ഫാനിന് 45 രൂപ വെച്ചിട്ട് 33,750 രൂപ, അതായത് 750, 33,750 രൂപയാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് മൊത്തം 750 ഫാനിനും കിട്ടേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞ. ഈ 11.33 എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന റോ മെറ്റീരിയൽ കിട്ടിയല്ലോ. ഈ റോ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ കഴിഞ്ഞ 3 മാസമായിട്ട് 3000 ഫാൻ ഉണ്ടാക്കിയത്, അതിൻ്റെ ചിലവിൻ്റെ കണക്കാത്. അപ്പോൾ ഈ 3000 കൊണ്ട് 34,000 ഇതിങ്ങനെ ചെയ്യുമ്പോൾ കിട്ടിയ 34,000 ഉണ്ടല്ലോ, ആ 3000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 34,000 ഡിവൈഡ് ബൈ 3000, അതാണ് ഈ 11.33. ഈ 25 എങ്ങനെ കിട്ടിയെന്നറിയോ? 25 വെച്ചാൽ ഈ 75,000 ഇല്ലേ, ഈ ഫാക്ടറി വേജ്, ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്ത ഫാക്ടറി വേജ്, അത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റായിട്ട് ഇതിലേക്ക് എഴുതുക. അതിനെ 3000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പ്രൈം കോസ്റ്റിന് 3000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇൻഡയറക്റ്റ് ചാർജിന് 3000. അങ്ങനെയാണ് ഇത് കിട്ടിയത്. ഈ ഫിനിഷ്ഡ് ഗുഡ്സിന് ചെയ്യേണ്ട കാര്യം എന്താണ്? അത് നമുക്ക് പിന്നെ അടുത്ത ടെൻഡറിൽ അത് എത്ര വരുന്ന അറിയില്ലല്ലോ. അപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എഴുതുക, അത് വരെ മതി. അതിലേക്ക് എന്താണ് നമ്മളൊരു ശതമാനം, അത് 4117 ഇതാ ഇൻഡയറക്റ്റ് ചാർജ് കണ്ടോ ഇവിടെ. ഇൻഡയറക്റ്റ് ചാർജ് എവിടെ ഇതാ 12,500. 12,500നെ 3000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4.17, അതാണ് 4.17. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതേപോലെ തന്നെ മനസ്സിലായില്ല. അതങ്ങനെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ അവസാനം ആ സെല്ലിംഗ് പ്രൈസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞതിൽ? പറഞ്ഞത് ക്ലിയർ ആണോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യുന്നാൽ ബാക്കി നമുക്ക് നാളെ എടുക്കാം. ബാക്കി എന്തായിരുന്നു? 4.50 കിട്ടുന്നത് ഇതാ ഇവിടെ കണ്ടില്ലേ. എത്രയാണ്? 1,21,500നെ 3000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 40.50 ഇവിടെ കണ്ടോ, അത് കിട്ടി. പിന്നെ താഴെ ഉള്ളത് എന്താണ്? നമ്മൾ ഈ 4.50ൻ്റെ 11.11% കാണുകയാണ്. അതായത് 40 into 11.11 ഡിവൈഡ് ബൈ 100, അതാണ് ഈ 4.50. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് താഴെ ഈ ഒരു സംഖ്യ വന്നിരിക്കുന്നത്. $40.50 into 11.11 ഡിവൈഡ് ബൈ 100, അതാണ് അതല്ല 4.50, അതാണ് 4.50. യെസ് അതാണ് 4.50 കിട്ടുന്നത്. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് 45 താഴെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ബാലൻസ് കുറച്ചുകൂടി ക്ലാസ്സും കൂടി ഉണ്ട്. അതായത് ഈ ഒരു ചാപ്റ്ററെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്താണ് ജോബ് ഷീറ്റ്, ജോബ് കോസ്റ്റ്, അത് ചെറിയൊരു ചാപ്റ്ററാണ്. ഇത് കുറച്ചൊരു വലിയ ചാപ്റ്ററാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നാളെ മറ്റന്നാളായിട്ട് നമുക്ക് എന്താണ് അതും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.